വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫലാഫിൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതേ ഒരു ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്, വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേദിവസം വെള്ളത്തിട്ട് കുതിർക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ മുമ്പ് വെക്കുകയോ ചെയ്താൽ മതിയാവും. ഇനി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ സവാളയാണ്. അതിനെ ഞാൻ 3 കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും മതിയാവും. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ജീരകം ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. കടലയിലെ വെള്ളം എല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ ഈർപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇനി ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പാടില്ല. ഇനി അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 10 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനത് 10 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കട്ടിക്ക് വേണ്ടി ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം, കാരണം ഒരിത്തിരി നനവ് കൂടി പോയി. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ്. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബൗളുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ബ്രെഡ് ക്രംസ് എന്തെങ്കിലുമൊക്കെ ഈർപ്പമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആക്കി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ ബൗളായിട്ടൊന്ന് ചെറിയ ചെറിയ ബൗളുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചിക്കൻ ഷവർമ തയ്യാറാക്കി എടുക്കുന്ന പോലെയൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഞാനിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോളുകൾ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കി തിരിച്ച് ഒന്ന് മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇനി നല്ല രീതിയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കരുത്. ചെറിയൊരു തീയിലിട്ടിട്ട് വേണം നമ്മൾ, എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ഗോൾഡൻ കളർ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുകൊണ്ട് ഞാനൊരു ബാസ്ക്കറ്റ് ഷവർമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. വളരെ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി അറബിക് ഡിഷാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ കയ്യിലും നമുക്ക് എപ്പോഴും ചിക്കനൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി ഒരു ബാസ്ക്കറ്റ് ഷവർമയുടെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് കണ്ടു നോക്കുക.